അല്ലാഹുവേ ഞങ്ങളെ ശൈഖുന സുൽത്താനുൽ ഉലമ ഇന്ന് ഡൽഹിയിലാണ്. ഉസ്താദ് അവറുകൾ ദുബായിലേക്ക് യാത്ര തിരിക്കുകയാണ്. അല്ലാഹുവേ വിശുദ്ധ റമളാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ ഈ വയസ്സായ സമയത്തും ഉസ്താദ് യാത്ര ചെയ്യുന്നത് അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടിയാണ്, ദീനിന്റെ ഇസ്സത്തിന് വേണ്ടിയാണ്. ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഉസ്താദിന് വേണ്ടി പ്രത്യേകിച്ച് റമളാനിൽ ഒരു ദുആ വേണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം ജനുവരി 28, 29, 30, 31 തീയതികളിൽ മലപ്പുറത്ത് വാദി ഹറമൈനിൽ വെച്ച് നടക്കുമ്പോ ആ സദസ്സിലേക്ക് ഉസ്താദ് നടന്നു വരുന്നത് ഞങ്ങൾക്ക് കാണണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഉസ്താദിന് ദീർഘ ആയുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട് എന്ന് ആരുടെ മുന്നിലും ഞങ്ങൾക്ക് സധൈര്യം പറയാൻ പറ്റുന്ന ഒരു നേതൃത്വവും ഒരു വലിയ മഹാപ്രതിഭയും അല്ലാഹുവേ ഒരുപാട് കാലം ആ ഉസ്താദിന് ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ഒരു പനിയോ ഒരു ഛർദിയോ ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒരു രോഗമോ ഒരു വിഷമമോ ഒന്നും ഉസ്താദിന് നീ കൊടുക്കരുതേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ. മുറാദുകൾ പലരും പലതും പറഞ്ഞു ദുആരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആരുടെ പേരും വിഷയങ്ങളും അവരുടെ നാടും അവരുടെ മുറാദുകളും നിന്നോട് തഫ്സീലായി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ. നിനക്ക് അറിയാമല്ലോ അല്ലാ അവരാരാണ്, ഈ മജ്ലിസിൽ പങ്കെടുത്തവരാരാണ്, ഹദ്ദാദ് ചൊല്ലിയവരാരാണ്, നിന്റെ നാമമാകുന്ന അസ്മാഉൽ ഹുസ്ന നാവ് കൊണ്ട് ഉച്ചരിച്ചവരാരാണെന്ന് നീ കാണുന്നുണ്ടല്ലോ അല്ലാ, നീ അറിയുന്നുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ അവരുടെ പേര്, അവരുടെ നാട്, അവരുടെ ഖൽബിലെ മുറാദുകൾ എല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലാ. ആഴക്കടലിലെ കൂരിരുട്ടിലുള്ള മത്സ്യങ്ങളുടെയും വിശാലമായി കിടക്കുന്ന മരുഭൂമിയിലെ സൂക്ഷ്മജീവികളുടെയും ചലന നിശ്ചലനങ്ങളെ നിയന്ത്രിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന യജമാനനായ അല്ലാ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസുലാക്കണേ റഹ്മാനേ.